സംഘപരിവാരത്തിന്റെ ഈ രീതിയിലുള്ള പ്രതികരണങ്ങള് മുറിവില് ഉപ്പും മുളകും തേക്കുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാ. അവര് പറയുന്നത് ഈ 3 സ്ത്രീകളെ ആഗ്രയിൽ ജോലിക്ക് എന്ന ഭാവത്തിൽ കൊണ്ടുവന്നത് ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണെന്നാണ്, വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് വേണമെങ്കിൽ നാളെ ഒരു രാജ്യദ്രോഹ പ്രവർത്തനമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? അവര് ആഗ്രയില് കത്തോലിക്ക സഭ നടത്തുന്ന ഒരു ആശുപത്രിയിൽ ജോലിക്ക് വേണ്ടി വന്നവരാ. ഇവര് പഠിച്ചവരാ, ആശുപത്രിയിൽ ജോലി ചെയ്യാൻ വേണ്ട വിദ്യാഭ്യാസം ഉള്ളവരാണ്, നേരത്തെ ജോലിക്ക് പോയിരുന്നവരാണ്. പ്രതിമാസം 10,000 രൂപ ശമ്പളം, സൗജന്യ താമസം, ഭക്ഷണം, വസ്ത്രം, ഇതൊക്കെയാണ് അവർക്ക് ലഭിക്കുന്നത്. ഇത് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ എന്ന് പറയുന്ന വളരെ പിന്നാക്കാവസ്ഥയിലുള്ള ഒരു സ്ഥലത്തു നിന്ന് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓഫറാണ്. അത് സ്വീകരിച്ചുകൊണ്ട് വന്നതാ. അവരവരുടെ മാതാപിതാക്കളുടെ അനുമതി രേഖകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഉണ്ട്. യാതൊരു കാരണവുമില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരെ പിടിക്കാനുണ്ടായത്. എന്നിട്ട് അവരെ കൂട്ടാൻ വന്ന കന്യാസ്ത്രീകളെയും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി.